മനുഷ്യ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളെക്കുറിച്ചും ലൈംഗിക പ്രക്രിയകളെക്കുറിച്ചും പ്രത്യുൽപാദനത്തെക്കുറിച്ചുമെല്ലാം ഹൈസ്കൂൾ ക്ലാസുകളിൽ ബയോളജി പഠിപ്പിക്കുമ്പോൾ എത്രത്തോളം വിശദമായി അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്? എത്രത്തോളം വിശദമായി കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് കുട്ടികളിലേക്ക് എത്തിക്കാറുണ്ട്? ഞാൻ എങ്ങനെയാണ് ഉണ്ടായത്, ഞാൻ എങ്ങനെയാണ് ജനിച്ചത് എന്ന് മാതാപിതാക്കളോട് കുട്ടികൾ ചോദിക്കുമ്പോൾ എത്ര മാതാപിതാക്കൾ അതിന് കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കാറുണ്ട്? നിന്നെ ദൈവം കൊണ്ടു തന്നതാണ്, മാലാഖമാർ നൽകിയതാണ്, വയറ് കീറിയെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കും. മാതാപിതാക്കൾ ചോദ്യങ്ങൾ കേൾക്കുന്നതോടെ വിയർക്കുകയും ചെയ്യും. കുട്ടികൾ കുറെ കൂടെ മുതിർന്നാൽ അവരുടെ ക്യൂരിയോസിറ്റി വർദ്ധിക്കുകയും അവർ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയും ചെയ്യും. ഉത്തരങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ലൈംഗികതയെക്കുറിച്ചും ലൈംഗിക പ്രക്രിയകളെക്കുറിച്ചും പ്രത്യുൽപാദനത്തെക്കുറിച്ചുമെല്ലാം എങ്ങനെയെങ്കിലും അറിവുകൾ, വികലമായ തെറ്റായ അറിവുകൾ അവർ നേടിയെടുക്കുകയും ചെയ്യുന്നു. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എന്താണ് ലൈംഗികത എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങൾ, പെരുമാറ്റങ്ങൾ, അയാളുടെ മനോഭാവം ഇവയെല്ലാം ചേർന്നതാണ് ഒരു വ്യക്തിയുടെ ലൈംഗികത എന്ന് പറയുന്നത്. ലൈംഗികതയ്ക്ക് ജൈവികപരമായും സാമൂഹികമായും വൈകാരികമായും പല ഘടകങ്ങളും ഉണ്ട്. ലൈംഗികത എന്നത് വെറുമൊരു ലൈംഗിക പ്രക്രിയ മാത്രമല്ല. പരസ്പര സ്നേഹം, ബഹുമാനം, ആദരവ്, ഇഷ്ടം, ലിംഗവ്യക്തിത്വം, പ്രത്യുൽപാദനം, ലൈംഗികാരോഗ്യം തുടങ്ങിയ വശങ്ങളും ലൈംഗികതയുടെ ഭാഗമായിട്ടുണ്ട്. ഞാൻ ഇന്ന് ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വീഡിയോ ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം 2 കാരണങ്ങളാണ്. ഒന്നാമതായി, എന്റെ നാട്ടിൽ നടന്ന 28 വയസ്സുള്ള ഒരു യുവാവിന്റെ ആത്മഹത്യയും മറ്റൊന്ന് പത്തനംതിട്ടയിൽ 17 വയസ്സുള്ള +2കാരിയുടെ മരണവുമാണ്. പനി മൂർച്ഛിച്ചതിനെ തുടർന്നാണ് 17 വയസ്സുകാരിയായ +2 വിദ്യാർത്ഥിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അമിതമായി മരുന്ന് കഴിച്ചതായും കുട്ടി 5 മാസം ഗർഭിണിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണിയായിരിക്കെ പലതവണ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതായും പറയുന്നുണ്ട്. +2 വിദ്യാർത്ഥിയായ കുട്ടിയുടെ സഹപാഠിയെ, അതായത് 18 വയസ്സുള്ള യുവാവിനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? 18 വയസ്സുള്ള യുവാവ്, ഈ ആൺകുട്ടി തെറ്റുകാരനാണോ? ഇവിടെ കുട്ടികൾ തെറ്റുകാരാണോ? ഡിജിറ്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെ വിരൽ തൊട്ടാൽ കിട്ടുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ പല അറിവുകളും കുട്ടികൾക്ക് കിട്ടാതെ പോകുന്നു. മനുഷ്യ വളർച്ചയെക്കുറിച്ചും ഓരോ ഘട്ടത്തിലും മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായ അറിവുകൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല. കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ഹോർമോണുകളുടെ പ്രവാഹം നടക്കുന്നത്. അതുമൂലം വൈകാരികമായും ശാരീരികമായും ഒരുപാട് മാറ്റങ്ങൾ കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. ശരിയായ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം കൗമാരഘട്ടം മുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും പലർക്കും ജീവിതം തന്നെ നഷ്ടമാവുകയും ചെയ്യുന്നു. പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് 14-16 വയസ്സിലായിരുന്നു ആർത്തവം തുടങ്ങിയിരുന്നത്. എന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയതോടെ ഇന്ന് 10 വയസ്സ് മുതൽ അവ ആരംഭിക്കുന്നു. അതോടെ നീ വളർന്നല്ലോ, കുട്ടികൾ വലുതായി, നീ വലുതായി എന്നാണ് കുട്ടികൾ കേൾക്കാൻ തുടങ്ങുന്നത്. അതോടെ അവർ സ്വതന്ത്രയായി എന്ന് കരുതുന്നു. പെൺകുട്ടികളിൽ ആർത്തവം തുടങ്ങുന്നതോടെ പുതിയ ഹോർമോണുകളുടെ ഉൽപാദനം തുടങ്ങുകയും ശാരീരികമായും വൈകാരികമായും പല മാറ്റങ്ങളും അവരിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ആൺകുട്ടികളിലും
14 വയസ്സോടെ വൈകാരികമായും ശാരീരികമായും അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയും പുതിയ ഹോർമോണായ ഈസ്ട്രജന്റെ ഉൽപാദനം നടക്കുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങൾ അവരിൽ ഒരുപാട് സങ്കീർണമായ അസ്വസ്ഥതകളിലൂടെയാണ് അവർ കടന്നുപോകുന്നത്. ആ സമയത്ത് തന്നെയാണ് നീ വലുതായല്ലോ, നിനക്ക് പ്രായപൂർത്തിയായല്ലോ എന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ അവരിലേക്ക് പ്രവഹിക്കുന്നത്. അവർക്ക് അത് അവർ ഞാൻ സ്വതന്ത്രയായി, ഞാൻ വലിയ കുട്ടിയായി, എനിക്കിനി എന്തും പ്രവർത്തിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കും അവർ എത്തിച്ചേരുന്നു. എന്തിനാണ് സെക്സ് എഡ്യൂക്കേഷൻ? നമുക്കിന്ന് ഒട്ടുമിക്ക വിഷയങ്ങളെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് വിദ്യാലയങ്ങളിൽ നിന്ന്. എന്നാൽ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് ഇവിടെ ആരും പഠിപ്പിക്കുന്നില്ല. ജീവിതത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസമാണ് സെക്സ് എഡ്യൂക്കേഷൻ. ഒന്നാമതായി ഫിസിക്കൽ അവയർനെസ് ആണ്. അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ശാരീരികമായ മാറ്റങ്ങളെക്കുറിച്ചും ഹോർമോണിന്റെ ചേഞ്ചസിനെ കുറിച്ചും പ്രത്യുൽപാദനത്തെക്കുറിച്ചുമൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള അറിവുകൾ അവർക്ക് നേടാൻ കഴിയുന്നു. അതിനെക്കുറിച്ചുള്ള നല്ല അവയർനെസ് കുട്ടികൾക്ക് കിട്ടുന്നു. രണ്ടാമതായി ഇംപ്രൂവ് മെന്റൽ ഹെൽത്ത്. കുട്ടികൾ പ്രായപൂർത്തിയാകുന്നതോടെ അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസികമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് അവർക്ക് നല്ല സയന്റിഫിക് ആയിട്ടുള്ള അറിവുകൾ അവർ നേടുകയും ഗർഭധാരണത്തെക്കുറിച്ചും ലൈംഗിക രോഗങ്ങളെക്കുറിച്ചുമുള്ള അറിവുകൾ അവർ ശരിയായ അറിവുകൾ അവർ നേടിയെടുക്കുകയും ചെയ്യുന്നു. അതോടെ ആങ്സൈറ്റി, ഫിയർ ഇവയെല്ലാം ഓവർകം ചെയ്യാൻ കുട്ടികൾക്ക് കഴിയുന്നു. ലൈംഗിക പീഡനങ്ങളും ലൈംഗിക ചൂഷണങ്ങളും തടയുവാൻ സെക്സ് എഡ്യൂക്കേഷൻ സഹായകമാകും. കുട്ടികൾക്ക് ലൈംഗിക ചൂഷണങ്ങൾ മനസ്സിലാക്കുകയും ലൈംഗിക പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ സഹായകമാകും. ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നേടിയെടുക്കാൻ ജനങ്ങൾക്ക് പറ്റും. സ്ത്രീക്കും പുരുഷനും പരസ്പരം ബഹുമാനത്തോടെയും ആദരവോടെയും കാണുവാനും നിലവിലുള്ള സമൂഹത്തിൽ സെക്സിനെ കുറിച്ച് നിലവിലുള്ള തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കുവാനും സയന്റിഫിക് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷനിലൂടെ സാധിക്കും. സെക്സിനെ കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റിദ്ധാരണകൾ കൗമാരക്കാർക്ക് മാത്രമല്ല ഓരോ പ്രായത്തിലുള്ളവർക്കും ഉണ്ടാകാം. അത് മാറ്റിയെടുക്കാൻ സെക്സ് എഡ്യൂക്കേഷന് സാധിക്കും. കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് മനുഷ്യരും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ലൈംഗികതയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അത് മാറ്റിയെടുക്കണമെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം കൂടിയേ തീരൂ. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ മനുഷ്യരും ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. പോൺ വീഡിയോസിന്റെ ഉപയോഗം മൂലം അതാണ് ശരിയായ ലൈംഗികത എന്ന് തെറ്റിദ്ധരിച്ച് ദാമ്പത്യ ജീവിതം തന്നെ നഷ്ടമാകുന്നവരുണ്ട്. ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം തന്നെ അത് ചൂണ്ടിക്കാണിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നതിന് പുറമെ പരസ്പരം സമ്മതപ്രകാരമുള്ള മനുഷ്യബന്ധങ്ങൾ, ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സയന്റിഫിക് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ട് സാധിക്കും. കൗമാരക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കൗമാരക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയുക, കൗമാരക്കാരായ പെൺകുട്ടികളുടെ ഗർഭധാരണം തടയുക, സുരക്ഷിതമല്ലാത്ത ഗർഭം അലസിപ്പിക്കൽ തടയുക, ലൈംഗിക രോഗങ്ങൾ തടയുക. ഇതൊക്കെയാണ് പ്രധാനമായും ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈംഗിക ചൂഷണങ്ങളും ലൈംഗിക അതിക്രമങ്ങളും മാറിവരുന്ന ലൈംഗിക സമീപനങ്ങളും ലൈംഗിക സ്വഭാവങ്ങളും സങ്കീർണമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ സയന്റിഫിക് ആയിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം വിദഗ്ധരുടെ സഹായത്തോടെ അനിവാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ടേക്ക് കെയർ.